ചന്ദ്രശേഖർ ആസാദ് ഈ ഒരു പേര് ഇന്ന് യു പിയിലെ ഓരോ കോണിലും പ്രതിധ്വനിക്കും. ഒരു സഖ്യത്തിന്റെയും പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് വഴിതെളിച്ചു വന്ന 36-കാരൻ ദളിത് രാഷ്ട്രീയത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റി. മായാവതിക്ക് ശേഷം ദളിത് രാഷ്ട്രീയത്തിൽ ചിറക് വെച്ച് പറന്ന വീരൻ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ആര് ഇന്ത്യ ഭരിക്കുമെന്ന് തീരുമാനിക്കുന്ന ഒരു സംസ്ഥാനമാണ് യു പി. ഭീം ആർമി സ്ഥാപകനും ആസാദ് സമാജ് പാർട്ടി സ്ഥാനാർത്ഥിയുമായ ചന്ദ്രശേഖർ ആസാദ് ഒറ്റയ്ക്ക് നിന്ന് യു പിയിലെ നാഗിന മണ്ഡലത്തിൽ സ്ഥാനമുറപ്പിച്ചു. യഥാർത്ഥത്തിൽ ആരാണ് ഈ ചന്ദ്രശേഖർ ആസാദ്? രാവൺ. പേരിനൊപ്പം രാവണൻ എന്ന് ചേർത്തുകൊണ്ട് BJPക്ക് ഒരു പോരാളിയായി മാറിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രശേഖർ ആസാദിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ച ചെയ്യാം ടോക്ക് സ്പേസിലൂടെ. ഞാൻ സ്വാതിശ്രീ KS. ലെറ്റ്സ് ടോക്ക് അബൌട്ട് എവറിത്തിങ്. വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. അംബേദ്കർ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യു പിയിൽ ഒറ്റയാൾ പോരാട്ടം നടത്തി 1.5 ലക്ഷം ഭൂരിപക്ഷത്തിൽ ആണ് ചന്ദ്രശേഖർ ആസാദ് നാഗിനയിൽ വിജയിച്ചത്. ഇത് ചെറിയൊരു വിജയമായിരുന്നില്ല. കാരണം BJPയും ഇന്ത്യ സഖ്യവും JSPയും SPയും മത്സരിച്ചെടുത്താണ് ഒറ്റയാൾ പോരാട്ടം നടത്തി ചന്ദ്രശേഖർ ആസാദ് അവിടെ വിജയം കൈവരിച്ചത് തന്നെ. വെറും 4 വർഷം മാത്രം കൊണ്ട് ഉയർന്നു വന്ന ഒരു പാർട്ടിയാണ് ആസാദ് സമാജ് പാർട്ടിയും അതുപോലെ തന്നെ ചന്ദ്രശേഖർ ആസാദ് എന്ന വീരനായിട്ടുള്ള നേതാവും. സമാജ്വാദി പാർട്ടി 100 സീറ്റ് നൽകിയാൽ പോലും താൻ അവർക്കൊപ്പം പോകില്ല എന്ന പ്രഖ്യാപനത്തോടെ കൂടിയാണ് ചന്ദ്രശേഖർ പോർക്കളത്തിലേക്ക് ഇറങ്ങിയത് തന്നെ. ചന്ദ്രശേഖർ ജനമനസ്സിൽ ഇടം പിടിച്ചത് ഒരിക്കലും വാഗ്ദാനങ്ങൾ നൽകി ആയിരുന്നില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രധാന പരാജയം എന്ന് പറയുന്നത് തന്നെ നിറവേറ്റാൻ കഴിയാത്ത ഒരു കൂട്ടം വാഗ്ദാനങ്ങൾ തന്നെയാണ്. സവർണരും അതുപോലെ തന്നെ ഹിന്ദുത്വ രാജ്യവുമായി ഇന്ത്യയിലെ ജനങ്ങളിൽ ഭൂരിപക്ഷവും ആ വാഗ്ദാനങ്ങൾ വിശ്വസിക്കുകയും അതുപോലെ തന്നെ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ കർഷക സമരത്തിൽ ഐക്യദാർഢ്യമായും അതുപോലെ തന്നെ ഗുസ്തി താരങ്ങളെ പിന്തുണച്ചും ചന്ദ്രശേഖർ ആസാദ് മുൻനിരയിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം ചന്ദ്രശേഖർ ആസാദ് എന്ന വ്യക്തിത്വത്തെ ജനപ്രിയ നായക പരിവേഷത്തിൽ എത്തിക്കാൻ സാധിച്ചത് തന്നെ. ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ഇല്ലാതെ അംബേദ്കർ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചത് കൊണ്ട് തന്നെ ആണ് വൻ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം അവിടെ ജയം കൈവരിച്ചത് തന്നെ. ഇപ്പൊ 2015 ഭീം ആർമി ഭാരത് ഏകതാ മിഷൻ എന്നറിയപ്പെടുന്ന ഭീം ആർമി രൂപീകരണത്തോടെയാണ് ചന്ദ്രശേഖർ ശ്രദ്ധ നേടുന്നത് തന്നെ. ദളിതരുടെ അവകാശങ്ങൾ പോരാടുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ചതായിരുന്നു ഈ ഒരു സംഘടന. 2017 ശരത്പൂർ ഗ്രാമത്തിലെ താഗൂർ സമുദായത്തിൽപ്പെട്ടവരുടെ സംഘർഷത്തിൽ അറസ്റ്റിലായ ദളിതർക്ക് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയ ഒരാളാണ് ഈ ആസാദ്. അത് രാഷ്ട്രീയത്തിൽ വലിയ തോതിൽ ചർച്ചയായി മാറുകയായിരുന്നു. ഇത് ചന്ദ്രശേഖരുടെ അറസ്റ്റിന് കാരണമായി മാറുകയും ചെയ്തു. ആസാദ് ഒരു തരംഗമാവുകയാണ് അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയായി മാറുകയാണ് എന്ന് മനസ്സിലാക്കിയതോടെ ആസാദിനെ ദേശീയ സുരക്ഷാ നിയമം ചുമത്തി ജയിലിൽ അടയ്ക്കുകയായിരുന്നു. പക്ഷേ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ആണ് ആസാദിനെ 2018 വിട്ടയച്ചത്. ജയിൽ മോചിതനായി വന്ന ചന്ദ്രശേഖർ ആസാദ് പിന്നീട് വന്നത് ശക്തമായ കരുത്താർജിച്ചാണ്. ചന്ദ്രശേഖർ ആസാദിന്റെ ശക്തമായ ഈ ഒരു തിരിച്ചുവരവ് ആസാദ് സമാജ് പാർട്ടി 2020 രൂപീകരിക്കുന്നതിന് കാരണമായി. പിരിച്ചുവെച്ച മീശ, സൺഗ്ലാസ്, ബുള്ളറ്റിൽ സഞ്ചാരം, പ്രസംഗത്തിലെ അക്രമോത്സക്ത ശൈലി, ഇതെല്ലാം ആസാദിന് അതിവേഗം ആരാധകർ ഉണ്ടായി. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചന്ദ്രശേഖർ ആസാദിന്റെ പേര് തരംഗമാവാൻ തന്നെ തുടങ്ങി. ഹത്രാസിൽ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി ശബ്ദമുയർത്തിയത് ആസാദായിരുന്നു. ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിലെ ഡൽഹി ജുമാ മസ്ജിദിൽ വെച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചതും ആസാദ് തന്നെയായിരുന്നു. ഭരണകൂടത്തിന്റെ പോർമുഖങ്ങളിൽ എല്ലാം സജീവ സാന്നിധ്യമായി മാറി ആസാദ്. ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി ജനങ്ങൾക്കൊപ്പം നടന്ന് നീങ്ങിയവൻ. 2022 UP നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യോഗിയോടൊപ്പം മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു. പക്ഷേ ആ പരാജയത്തെ അടിച്ചമർത്തിക്കൊണ്ട് വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്നു ആസാദ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി BSP ആയും SP ആയും ആസാദ് സഖ്യത്തിന് ശ്രമിച്ചിരുന്നു. എന്നാൽ ശ്രമം പരാജയമായപ്പോൾ പിന്മാറുകയായിരുന്നില്ല ചെയ്തത്. പകരം എന്ത് ചെയ്തു? ഒറ്റയ്ക്ക് നിന്ന് പോരാടി. ദളിത് മുസ്ലിംസിന്റെ വോട്ടുകൾ ലഭിക്കുവാനായിട്ട് ആസാദ് വീടുകൾ തോറും കയറി ഇറങ്ങി.
അങ്ങനെ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചന്ദ്രശേഖർ ആസാദ് എന്ന ഒറ്റയൻ 51% വോട്ടുകൾ നേടി പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ പ്രകമ്പനം കൊള്ളിച്ചു. ജനാധിപത്യവും മതേതരത്വവും കാതലായി സൂക്ഷിക്കുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഒരു ആസാദിനെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ അത് വീണ്ടും ശക്തമായി 1000 ആസാദുമാരായി പുനർജനിക്കുമെന്നതാണ് നമുക്ക് എന്നും കാണാൻ സാധിക്കുന്നത് തന്നെ.